ആയിക്കൂടെ ഇയാൾ ഇങ്ങനെ പറയണെന്ന് തന്നെ രണ്ടോടത്തോട്ടും പറഞ്ഞപ്പോ ഇനി പിന്നെ തമ്മ് കണ്ടാ തല്ലണം കൊല്ലണം എന്നുള്ള അവസ്ഥയ്ക്ക് കൂടുക. അധികം ഈ രണ്ട് കക്ഷിന്റെ അടുത്തും പോണോലും അധികം അങ്ങനെ ചെയ്യാം. ഇതാണ് ഏഷനെ വേണ്ടാച്ച പറയാം. ഇല്ലാത്തൊന്നുമല്ല അറിയണത്, ഉള്ളത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഏഷണി പറഞ്ഞു നടക്കുന്ന ആളായിരുന്നു മറ്റേ ആള്. അപ്പൊ സൂക്ഷിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, പറയേണ്ട വെച്ചാൽ പോരെ. മൂത്രമൊഴിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ പോയി. ഇതാണ്. എന്നിട്ട് പറയാം എന്നിട്ട് ഈ ഒരു ഈത്തപ്പനയുടെ മടല്, പച്ച മടല് എടുത്തുകൊണ്ടുവരാൻ പറയുകയും അത് രണ്ടായി പകുത്ത് ഒരു കഷ്ണം ഒരു ഖബറിന്റെ മേലിലും ഒരു കഷ്ണം മറ്റേ ഖബറിന്റെ മേലിലും വെക്കുകയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തിനാണതെന്ന് ചോദിച്ചപ്പോൾ ഈ പച്ചമട്ടൽ ഉണങ്ങാതെ എത്ര സമയം നിൽക്കുന്നോ അത്രയും സമയം അതിന്റെ തസ്ബീഹിന്റെ ബർക്കത്ത് കൊണ്ട് ആ ഖബറാളികൾക്ക് ഖബറിൽ നടക്കുന്ന ശിക്ഷക്ക് ലഘൂകരണം ലഭിക്കും. ഇമാം ബുഖാരി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത പ്രസിദ്ധമായ ഹദീസാ. ഇനി മറ്റൊരു അനുഭവമുണ്ട്. ഇമാം സുയൂത്തി ശറഹ് സുദൂറിലൊക്കെ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് തന്നെ. മറ്റൊരു സന്ദർഭത്തിൽ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നിട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവം. ഇതേ രീതിയിൽ 3 ഖബറുകൾ ഉള്ള ഒരു സ്ഥലത്തെത്തിയപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രീതിയിൽ തന്നെ ഖബറിൽ വെച്ച് ശിക്ഷ അടക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം മഹാനായ അനസിനോട് പറയുന്നു, അടുത്തൊരു മരം കാണിച്ചു കൊടുത്തിട്ട് ആ മരത്തിൽ നിന്നിട്ട് 3 കമ്പ് മുറിച്ചു കൊണ്ടുവരാൻ. അതനുസരിച്ച് 3 കമ്പ് മുറിച്ചു കൊണ്ടുവരികയും ഓരോ കമ്പും ഓരോ ഖബറിന്മേൽ വെക്കാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 3 കമ്പും ഓരോ കമ്പ് വീതം ഓരോ ഖബറിന്മേൽ വെച്ചതിന് ശേഷം ഇതേ നിരക്ക് തന്നെ ഇത് പച്ചയായിരിക്കുന്ന സമയത്തോളം അതിന്റെ തസ്ബീഹിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറാളികൾക്ക് ശിക്ഷ ലഘൂകരിച്ചു കൊടുത്തേക്കും. ഇതൊക്കെ മോമിനീങ്ങളാണ്. അല്ലാത്തവർക്ക് ഇതൊന്നും ബാധകമല്ലല്ലോ. അല്ലാത്തവർക്ക് പിന്നെ ഇതിന്റെ തസ്ബീഹല്ല, മോമിനീങ്ങൾ ഒന്നായിട്ട് ശഫാഅത്ത് ചെയ്ത് അല്ലാഹു സ്വീകരിക്കുമോ? കാഫിരീങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ. അപ്പോ ഖബറിൽ വെച്ചുണ്ടാവുന്ന ശിക്ഷ ചെറിയ 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 ദോഷങ്ങൾ നല്ല ആളുകൾക്ക് തന്നെ ചെറിയ ചെറിയ പാപങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഖബറിലുള്ള ചില്ലറ ശിക്ഷകളെ കൊണ്ടിട്ട് അത് പൂർത്തിയാക്കി നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷക്ക് രക്ഷ കൊടുക്കും. കാരണം അല്ലാഹു തആല പറഞ്ഞു പോയതാണല്ലോ, അവന്റെ തീരുമാനമാണല്ലോ. എന്ത്? ഓമൻ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അനുഭവിക്കന്നെ വേണം. നല്ലത് ചെയ്താൽ അതും ചീത്ത ചെയ്താൽ അതും അനുഭവിക്കന്നെ വേണം എന്ന് പറഞ്ഞു. തൗബ ചെയ്യാതെ പോയ ഒരുപാട് പാപങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അല്ലാഹു തആല ഇയാൾക്ക് പുറത്തു കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട് ആഖിറത്തിൽ. എങ്കിൽ വലിയ വൻകുറ്റം ചെയ്ത ആളുകൾക്ക് വരെ ഖബറിൽ വെച്ചുള്ള ശിക്ഷ കൊണ്ട് തന്നെ രക്ഷപ്പെടുന്നവരുണ്ട്, അല്ലാത്തവരുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ ഹദീസിലൂടെ വളരെ പ്രസിദ്ധമായ ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും വിശദീകരിച്ച് പറയുന്നത്. എന്നാലും നമ്മൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ പറയുന്നത് പോലെ എന്നും നിസ്കരിച്ച് സുബഹിസ്കരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ആരെങ്കിലും കണ്ടോര് പറയും. പറഞ്ഞാൽ അതിന്റെ കൃത്യമായ വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ കണ്ട സ്വപ്നം പറയും. രണ്ടും തമ്മിൽ വ്യത്യാസം കിട്ടും. രണ്ടും ഒരുപോലല്ല. മുഅ്മിനീങ്ങൾ കാണുന്ന സ്വപ്നം ജീവിതത്തിൽ കളവ് പറയാത്ത ആളാണെങ്കിൽ അത്തരക്കാർ കാണുന്ന സ്വപ്നം സത്യവും. പിന്നെ ചിലരുണ്ട് മായി തുറന്ന കളവേ പറയുള്ളൂ. അജാതി ചിലരുണ്ട്, അവര് കാണുന്ന മുഴുവൻ കളവയ്ക്കാരം. പിന്നെ നമ്മളെപ്പോലത്തെ ചില മുഅ്മിനീങ്ങളുണ്ട്, രണ്ടും മാഫി മുസ്കില. അങ്ങനെയാണല്ലോ. ഒന്നൊന്നരയൊക്കെ നമ്മൾ എന്താക്കും, അരവിടൽ വിടും. അതിലക്കും മാത്രം ഒന്നും നോക്കലില്ല. കുറെയൊക്കെ ശരിയും പറയും. കൽപ്പിച്ചു കൂട്ടി എപ്പോഴും അറിയാൻ നിൽക്കൂല. അങ്ങനത്തെ ഓരോ സ്വപ്നം ഓർപ്പിച്ചാൻ പറ്റൂല. രണ്ടും ഉണ്ടാവും. അഥവാ ജീവിതത്തിലെ സംസാരത്തിന് സമാനമായിരിക്കും സ്വപ്നത്തിന്റെ അനുഭവം. തികച്ചും വാക്കിൽ സൂക്ഷ്മതയും സത്യവും പാലിക്കുന്നവർ കാണുന്ന സ്വപ്നം തികച്ചും സത്യമേ ആകൂ. രണ്ടും ഉള്ളൂ, അത് വിശ്വസിക്കാൻ പറ്റൂല. രണ്ടും ഉണ്ടാവും. തന്നെ
അപ്പോ അംബിയ മുർസലുകൾ ഇത് ബാധകല്ല. അംബിയ മുർസലുകൾ കാണുന്ന സ്വപ്നം 100% വഹ്യായിരിക്കും. അല്ലാഹു തആല അവർക്ക് നൽകുന്ന വഹീന്റെ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ് സ്വപ്നം. അത് ഉണർച്ചയിൽ കിട്ടുന്ന വഹീന്റെ അതേ നിലക്ക് 100% സത്യസന്ധമായിരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുഭവങ്ങൾ ഞാൻ അപ്പൊ പറയാം, സ്വപ്നമാണെങ്കിൽ പോലും യഥാർത്ഥ അനുഭവങ്ങളാണ്. അങ്ങനെ ഒരു രാത്രി ദീർഘമായ സ്വപ്നം കണ്ടതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കാണാം. നമുക്കൊക്കെ സുപരിചിതമാണെന്ന് ഇപ്പൊ ഞാൻ പറയാതെ തന്നെ ഞങ്ങൾക്കൊക്കെ അറിയാം. ഇങ്ങനെ പോകുമ്പോ കുറെ ആളുകളുണ്ട്, കൈയിന്റെ നഖം നിറച്ചും ചെമ്പുകൊണ്ടുള്ള നീണ്ട നഖങ്ങളാണ്. എന്നിട്ട് അവര് സ്വയം ചെയ്യാണ്, മുഖം ഇങ്ങനെ മാന്തി കീറിയിട്ട് ഈ വിരലുകൾ ഇങ്ങനെ പോകുന്ന സ്ഥലം ഇങ്ങനെ ചാലായിട്ട് ചോര ഇങ്ങനെ ഒലിക്കുക. മുഖം മാന്തി കീറി കഴിഞ്ഞാൽ പിന്നെ നെഞ്ഞ്, അങ്ങനെ മുഖവും നെഞ്ഞും മാന്തി കീറിക്കൊണ്ടിരിക്കുകയാണ്. ചോര ഇങ്ങനെ ധാരധാരയായി ഒലിക്കും. കുറെ നേരം ഒളിച്ച് ചോര ഇങ്ങനെ കുറഞ്ഞു വരുമ്പോ വീണ്ടും മാന്ത, ഇങ്ങനെ മാന്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹയാത്രികരായ 2 ആളുണ്ട്, അവരോട് ചോദിച്ചു, ആരാണത്, എന്താ ഇവിടെ സംഭവം? അപ്പൊ അവര് പറഞ്ഞു, നടക്കൂ, കാണാൻ നിൽക്കുന്നേയുള്ളൂ, വീണ്ടും കാണാനുണ്ട്, പിന്നീട് പറയാം. കുറച്ചങ്ങ് ചെന്ന് നോക്കുമ്പോ ഒരു പുഴ, സാധാരണ പുഴയല്ല, ശുദ്ധരക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പുഴ. ഈ പുഴയിൽ നിസ്സഹായരായ കുറെ ആളുകൾ കിടന്ന് കൈകാലിട്ടടിച്ച്, ഒരു തരത്തിൽ നീന്താൻ, ശരിക്കും നീന്താൻ അവർക്കറിയില്ല, ഈ രക്തത്തിൽ കിടന്ന് കൈകാലിട്ടടിച്ച് നീന്താണ്. നീന്തി ഒരുവിധം കരയോടടുത്ത് വരുമ്പം കരയിലുണ്ട് വലിയ ഉരുളൻകല്ലുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നു. ക്ഷീണിച്ച് തളർന്ന് വായു പിളർന്നുകൊണ്ട് കരയോടടുത്തെത്താൻ പോകുന്ന ആളെ ഈ കല്ലെടുത്തുകൊണ്ട് നേരെ വായി ലക്ഷ്യമാക്കി ശക്തിയായി എറിയുകയും ഈ ഏറുകൊണ്ട് ഇവർ ഈ പുഴയുടെ നടുവിലേക്ക് തന്നെ ഒഴുകിപ്പോവുകയും അവസാനം അവിടെ എത്തിയതിനു ശേഷം വീണ്ടും അവര് ജീവരക്ഷാർത്ഥം കൈകാലിട്ടടിച്ച് വീണ്ടും കരയോടടുത്ത് വരും. ഇങ്ങനെ കരയോടടുത്ത് വരുമ്പോഴൊക്കെ കല്ലെറിഞ്ഞ് ദൂരത്താക്കിക്കൊണ്ടിരിക്കും. എന്താണ് ഇനിയിപ്പം, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോ അവര് പറയാണ്, കാല ഇന്തരിക്ക് ഇന്തരിക്ക്, തീരെന്നിട്ടില്ല, ഇതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ, നടക്കൂ ഇനിയും. ഇങ്ങനെ കുറച്ചങ്ങോട്ട് എത്തുമ്പോ ഓരോരുത്തർ വ്യത്യസ്തമായ അനുഭവം. ഒരാളിങ്ങനെ മലർന്നു കിടക്കുന്നു, ഒരാള് ഒരു ആനന്റെ തോട്ടിയില്ലേ, ഈ തോട്ടി പോലത്തെ ഒരു തോട്ടി എടുത്തിട്ട് വലതുവശത്ത് വെച്ച് ആദ്യം കണ്ണിൽ കൊളത്തിട്ട് വലിക്കുന്നു, അത് പരടി വരെ കീറി വരുന്നു. അനന്തരം മൂക്കിലേക്ക് ഒഴുക്കുന്നു, മൂക്ക് കീറിയിട്ട് പരടി വരെ വരുന്നു. മൂന്നാമത് വായിൽ വെക്കുന്നു, വായും കീറിയിട്ട് പരടി വരെ എത്തുന്നു. ഇങ്ങനെ 3 പോം കീറിക്കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് മാറി നിൽക്കുന്നു. ഇടതുവശത്തുനിന്നും ഇതേ രീതിയിൽ തന്നെ ആദ്യം കണ്ണ്, പിന്നെ മൂക്ക്, പിന്നെ വായി, പെരടി വരെ കീറിക്കഴിയുമ്പോഴേക്ക് വലതുവശം ഇപ്പോൾ മുറി കൂടി, വീണ്ടും വലതുവശത്തേക്ക് തന്നെ വന്ന് ഇത് കീറിക്കൊണ്ട് ഈ പ്രക്രിയ നിരന്തരം മനുഷ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാള് വേദന കൊണ്ട് പൊളഞ്ഞി കഷ്ടപ്പെടുകയാണ്. പക്ഷേ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഈ വ്യക്തി ഇത് ചെയ്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ആരാണിത്, എന്താണ് ഈ അനുഭവം? അപ്പോഴും പറയുന്നു, കാല ഇന്തലിക്ക് ഇന്തലിക്ക്, നടക്കൂ, തീർന്നിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ, ഇനിയും ഉണ്ട് ഇതുപോലെ അനുഭവങ്ങൾ ധാരാളം കാണാനുണ്ട്, നടക്കുവാറ്. വീണ്ടും നടക്കുന്നു. കുറച്ചങ്ങ് പോകുമ്പം ഒരാളിങ്ങനെ മറന്നു കിടക്കുന്നു, മറ്റൊരാള് വലിയ ഒരു പാറക്കല്ല് താങ്ങി എടുത്തുകൊണ്ടുവന്ന് ഇയാളുടെ തല ലക്ഷ്യമാക്കി എറിയുന്നു. തലയിൽ പാറക്കല്ല് ഇരിക്കുമ്പോൾ തല പൊട്ടിച്ചിതറിപ്പോവുകയാണ്. ഈ കല്ല് ദൂരത്തേക്ക് ഉരുണ്ടുപോകുന്നു. ഉരുണ്ടുപോയ ഈ കല്ല് ഇയാൾ വീണ്ടും പോയി എടുക്കുന്നു. എടുത്ത് തിരിച്ചെത്തുമ്പോഴേക്ക് പൊട്ടിച്ചെതറിപ്പോയ തല പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. വീണ്ടും അയാളെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യം എറിയുമ്പോൾ പൊട്ടി ചിതറിപ്പോകുന്ന തല കല്ലുരുണ്ടുപോയ സ്ഥലത്ത് നിന്ന് ഇയാൾ പോയി തിരിച്ചെടുത്ത് വരുമ്പോഴേക്ക് പഴയതുപോലെയാവുന്നു. ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോഴും പറഞ്ഞു, എന്തലിക്ക് എന്തലിക്ക്, തീർന്നില്ല, വീണ്ടും നടക്കുക. അതിന്റെ ഇടക്ക് കാണാ ഒരു തന്തൂരി അടുപ്പ് പോലെ, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞാല് ഈ തമീസ് അടുപ്പ് പോലത്തെ ഒരു അടുപ്പ്, അടിയിൽ ആകെ അഗ്നി കത്തിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറെ പൂർണ്ണനഗ്നരായ സ്ത്രീകളും പുരുഷന്മാരും. അഗ്നി കത്തി വളർന്ന് പൊന്തി വരുമ്പം ഈ അഗ്നിയോടുകൂടെ ഈ സ്ത്രീ പുരുഷന്മാർ, പൂർണ്ണനഗ്നരായ സ്ത്രീ പുരുഷന്മാർ ഉയർന്നു വരുന്നു.
ഇതിന്റെ വായോടടുത്ത് വരുന്ന സമയത്ത് തീ ശക്തി കുറച്ച് കുറയും, അങ്ങനെ കീപ്പോട്ട് തന്നെ നടന്നു. കീപ്പോട്ട് പോയാൽ വീണ്ടും ശക്തിപ്പെടുന്നു. അങ്ങനെ ഇതിൽ തിളച്ച് മറിഞ്ഞുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന കുറെ സ്ത്രീകളും പുരുഷന്മാരും. അപ്പോ ചോദിക്കുന്നു, ആരാണ് ഇവര്? പറയുന്നു, ഇന്ദലിക്ക് ആയില്ല, നടത്തണം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുള്ള ധാരാളം സംഭവങ്ങൾ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പറയാം. പിന്നെ നോക്കുമ്പോ ഒരാളുണ്ട് ഇങ്ങനെ കിടക്കുന്നു. ആ കിടക്കുന്ന കൂട്ടത്തിൽ അയാളെ കിടക്കുന്നിടത്ത് ഒട്ടകങ്ങൾ ഇങ്ങനെ വന്നിട്ട് ചവിട്ടി മതിക്കുക അയാളെ. അവയുടെ കാലുകളെ കണ്ട് ചവിട്ടി മതിക്കുകയും വായു കൊണ്ട് കടിച്ചു കീറുകയും ചെയ്യുന്നു. അങ്ങനെ കറങ്ങി വന്ന് ഓരോ ഒട്ടവും ചവിട്ടി കടിച്ച് കടന്നു പോകുന്നു, അടുത്ത ഒട്ടകം കയറുന്നു. ഇങ്ങനെ ഈ മനുഷ്യൻ നിലത്ത് ഇങ്ങനെ കിടക്കുക, ഒട്ടകങ്ങൾ ഇങ്ങനെ ചവിട്ടി മതിക്കുകയും കടിച്ചു വലിക്കുകയും ചെയ്യുക. അങ്ങനെ നിരന്തരം പോകുന്നു. അപ്പുറത്ത് നോക്കുമ്പോൾ മറ്റൊരു മനുഷ്യൻ, അയാൾ കിടക്കുന്നിടത്ത് മാടുകൾ, എരുമയും പോത്തും മൂരിയും പശുവും ഇതേ രീതിയിൽ. അവിടെ പക്ഷെ കടിക്കുകയല്ല, ഇവ കാലിന്റെ കുളമ്പുകളെ കൊണ്ട് ചവിട്ടുകയും അവയുടെ കൊമ്പുകളെ കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവം പറഞ്ഞിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ വിവരിക്കുന്നത്, ദുനിയാവിൽ ചെയ്ത വ്യത്യസ്തങ്ങളായ ശിക്ഷക്ക് ഖബറെന്ന് പറയുന്ന ബർസഖിയായ ലോകത്ത് അനുഭവിക്കുന്ന ശിക്ഷകളാണെന്ന് പറഞ്ഞിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇലാ യൗമിൽ ഖിയാമ, അല്ലെങ്കിൽ ഹത്താ യഹ്കുമല്ലാഹു ബൈന ഇബാദിഹി, അല്ലാഹു തആല വിധി കൽപ്പിക്കുന്നവരെ ഈ അനുഭവം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. സുമ്മ യറാ സബീലഹു ഇമ്മാ ഇലൽ ജന്ന വ ഇമ്മാ ഇലൻ നാർ. ചിലർക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പോകാൻ അനുമതി കൊടുക്കും, ചിലരെ അല്ലാഹു തആല നരകത്തിലിട്ട് ശിക്ഷിക്കും. അപ്പോൾ സ്വർഗ നരകത്തിന്റെ തീരുമാനം വരുന്നതിന് മുമ്പ് ബർസഖിയായ ലോകത്ത് അനുഭവിക്കുന്ന ശിക്ഷകളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി കണ്ട അനുഭവം. ഇതൊന്നും അല്ല, ഒരുപാടുണ്ട്, അങ്ങനെ പറഞ്ഞാൽ തീരൂലല്ലോ. ഹദീസുകളിൽ തന്നെ ഈ അനുഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ഘട്ടങ്ങളിലായി പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന വ്യത്യസ്തമായ തെറ്റുകുറ്റങ്ങൾക്ക് ഖബറിൽ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ ശിക്ഷകളെപ്പറ്റി മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ശിക്ഷ അനുഭവിച്ചാൽ ചിലപ്പോൾ സത്യവിശ്വാസികൾക്ക് ഇതുകൊണ്ട് തന്നെ അവന്റെ ശിക്ഷ പൂർത്തിയാക്കി പരലോകത്ത് അല്ലാഹു തആല വെറുതെ വിട്ടുകൊടുത്തേക്കും. ഇല്ലെങ്കിൽ ഇത്രയും കഴിച്ച് ബാക്കിയുള്ള ശിക്ഷയെ പിന്നെ കൊടുക്കൂ. രണ്ടായാലും സംഗതി വിഷമകരം ആണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. കാരണം അത്രയും അനുഭവം കുറയും പിന്നെ പരലോകത്ത് നിന്ന് നടത്തും. അതേ സമയത്ത് മുനാഫിഖോ കാഫിറോ ആണെങ്കിൽ വരാനിരിക്കുന്ന ലോകത്തിന്റെ അനുഭവത്തിലേക്ക് സൂചനയാണ്. ഇതൊരു തുടക്കാണ്. ഇതിന്റെ ശരിയായ അനുഭവം അപ്പുറത്തുനിന്നുണ്ടാവും എന്നർത്ഥം. ഏതായാലും രണ്ടായാലും മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും ഖബറിലുള്ള അനുഭവം സത്യമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇതെല്ലാവർക്കും ബാധകമാണോ? അല്ല. അല്ലാഹു തആല നേരത്തെ പുറത്തു കൊടുത്ത് മാപ്പാക്കിയ ആളുകൾക്ക് ഈ ശിക്ഷ അനുഭവിക്കാതെ രക്ഷപ്പെടാൻ കഴിയും. എന്നല്ല, ഇത്തരം ശിക്ഷകൾ വരുമ്പോൾ അത് തടുക്കാനുള്ള മാർഗങ്ങളും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ അധ്വാനിക്കുകയാണ് വേണ്ടത്. ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് പരലോക രക്ഷ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന സൽക്രമങ്ങൾ ഇവിടെ നമുക്ക് മഹത്തായ സംരക്ഷണം നൽകുമെന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഖ്ലാസാണ് പ്രശ്നം. അഥവാ മുഅ്മിനായ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അവൻ ചെയ്ത സൽക്രമങ്ങൾ ഇഖ്ലാസോടുകൂടി ചെയ്തതായിരുന്നു എങ്കിൽ, നമ്മളൊക്കെ ചെയ്യുന്നത് ഒരു ഭാഗ്യമാണ്. നമ്മളിൽ ഇല്ലായിത്തല എന്ന് പറയാന്നല്ലാതെ പലപ്പോഴും ഇല്ലായിത്തല ആകാറില്ല. ആയാൽ ഈ പറയുന്ന ശിക്ഷകളൊക്കെ അവർക്കും ബാധകം തന്നെ, തെറ്റുകളുണ്ടെങ്കിലേ. പക്ഷേ ഇഖ്ലാസോടുകൂടിയുള്ള അമലുകൾ ഉണ്ടായാൽ ഈ മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖബറിൽ വെച്ച് ഖബർ മൂടിക്കഴിഞ്ഞാൽ ആദ്യമായി
സാലിഹീങ്ങളിൽപ്പെട്ട ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ഇബാദത്ത് ചെയ്ത മനുഷ്യനാണെങ്കിൽ ചുറ്റുഭാഗത്തും വലയം സൃഷ്ടിച്ചുകൊണ്ട്